ഏറ്റവും സ്നേഹാതിരണിയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വളരെ വ്യസനത്തോടുകൂടി ഒരു അനുചരൻ വന്നു. ആ കാഴ്ച കണ്ടപ്പോൾ പ്രവാചകർ ചോദിക്കുകയാണ്, മാലി അറാക്ക മഹസൂന, എന്തുപറ്റി നിനക്ക്? വല്ലാതെ ക്ലേശത്തിലും വ്യസനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, നിന്നെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബി പറയുന്ന മറുപടി, യാ റസൂലല്ലാഹ്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം, അങ്ങും ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ താങ്കളുടെ അടുക്കൽ അങ്ങയെ കാണുവാൻ എനിക്ക് സാധിക്കും. ഇനി താങ്കൾ വഫാത്തായി ഞാനും വഫാത്താകും. താങ്കളാകട്ടെ അള്ളാഹുവിൻ്റെ അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരോടൊപ്പം ഉയർന്ന സ്ഥാനത്തായിരിക്കും അങ്ങ് സഹവസിക്കുക. അങ്ങയെ കാണാൻ എനിക്ക് സാധ്യമല്ലല്ലോ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സംഭവങ്ങളാണ് സമാനമായിട്ടുള്ളത്. മറ്റൊരിക്കൽ ഇതുപോലെ വിശേഷങ്ങളുമായി വന്ന സ്വഹാബിയോടും ചോദിച്ചത് പ്രവാചകർ ഇങ്ങനെയാണ്. ആ സ്വഹാബി പറഞ്ഞ മറുപടി, വ അന്നി ഇദാ ദഖൽതുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും താങ്കൾ, ഖശീതു അല്ലാ അറാഖ്, ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് ആ സ്വർഗത്തിൽ അങ്ങയെ കാണാൻ സാധ്യമല്ലല്ലോ. കാരണം അങ്ങ് അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ അമ്പിയാക്കന്മാരോടൊപ്പം ഉയർന്ന ദറജയിലാണ്. ദുനിയാവിൽ വെച്ച് കാണുന്നത് പോലെ അങ്ങയെ കാണാൻ സാധ്യമല്ലല്ലോ എന്നുള്ള മനക്ലേശമാണ് എന്നെ വല്ലാതെ അലട്ടുന്നത് എന്ന് പറയുന്ന സ്വഹാബിക്ക് മറുപടിയായി അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുകയാണ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 69-ാമത്തെ ആയത്ത് പ്രവാചക അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. നാളെ പരലോകത്ത് പ്രവാചകരെ താങ്കളെ കാണുവാനുള്ള വ്യഗ്രതയോടുകൂടി അങ്ങയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്ന അനുചരർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരോടൊപ്പമാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചവർ. വഹസുന ഉലൈക റഫീഖാ, അവരെത്ര നല്ല കൂട്ടുകാരാണവർ. അള്ളാഹുവിൻ്റെ കലാമിൽ കൂടി ആ സ്വഹാബികൾക്ക് സംശയ ദൂരീകരണം നടത്തുകയാണ്. നാളെ പരലോകത്തും ആ പ്രവാചകരെ കാണുവാനും സന്തോഷിക്കുവാനും ഇടപഴകുവാനും സഹവസിക്കുവാനും വ്യഗ്രത ഉൾക്കൊണ്ട ആ സ്വഹാബികൾക്ക് അള്ളാഹുവിൻ്റെ കലാമിൽ കൂടി സമാശ്വാസം നൽകുന്ന വചനാമൃതമാണ് വിശ്വാസികളെ നാം ഈ കേൾക്കുന്നത്. വഴികേടിലായിരുന്നു ആ സമൂഹം. വിശുദ്ധ ഖുർആൻ കൊണ്ടും ഇസ്ലാം കൊണ്ടും അള്ളാഹു അവരെ സംസ്കരിച്ചെടുത്തു. ഏറ്റവും വലിയ സന്തോഷമാണ് അവർക്ക് അള്ളാഹു പ്രവാചകരിൽ കൂടി നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ ഖുൽ, നബിയെ പറയുക, അവരോട് പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഏറ്റവും വലിയ സന്തോഷമാണ് സ്വഹാബികൾക്കും സത്യവിശ്വാസികൾക്കുമായി അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ കൂടി കൊണ്ടുവന്ന അവർക്ക് സമ്മാനമായി നൽകിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ. ഇത് രണ്ടും പ്രവാചകൻ മുഖേനയാണ് ഈ സമുദായത്തിന് ലഭിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക.
ആ സന്തോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും മാസത്തിൽ ഒതുങ്ങിപ്പോകരുത്. ജീവിതത്തിൽ മുച്ചൂടും ആ സന്തോഷം കൊണ്ട് റബ്ബിനെ വാഴ്ത്തുകയും പ്രവാചകരെ അനുധാവനം ചെയ്യുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ. ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം സാധ്യമാണോ സമ്പാദിച്ചു കൂട്ടുവാൻ, അതിനേക്കാളേറെ നിങ്ങൾക്ക് സന്തോഷമാണ് വിശുദ്ധ ഖുർആനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമും. അതാണ് ഒരു വിശ്വാസിയുടെ സന്തോഷം എന്ന് പറയുന്നത് റബീഉൽ അവ്വൽ 12 മാത്രമല്ല, അവന്റെ ആയുസ്സിന്റെ അന്ത്യം വരെയും അള്ളാഹുവിനെ സ്തുതിക്കണം. പുണ്യ റസൂൽ വഴിയാണ് ഈ ഖുർആനും ഈ ഇസ്ലാമും നമുക്ക് തന്നതിൽ. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം, സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പ്രവാചകർ കൊണ്ടുവന്ന സുന്നത്തിനെ ജീവിതത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ റബ്ബിനെ ഹംദ് കൊണ്ടും ശുക്ർ കൊണ്ടും വാഴ്ത്തിക്കൊണ്ടേയിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ അധമരായിരുന്നു, അവർ വഴികേടിന്റെ അങ്ങേ അറ്റമായിരുന്നു ആ സമൂഹം. ആ സമൂഹത്തെയാണ് 23 വർഷക്കാലം കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സംസ്കരിച്ചെടുത്തുകൊണ്ട് റളിയല്ലാഹു അൻഹും വറളു അൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരു സമൂഹമാക്കി പ്രവാചകർ മാറ്റിയെടുത്തു. അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ട ഒരു സമൂഹമാക്കി പ്രവാചകർ സംസ്കരിച്ചെടുത്തു എന്നാണ് വിശുദ്ധ ഖുർആൻ. സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനമാണ്. ആ പ്രവാചകരെ ഇഷ്ടപ്പെട്ടതുപോലെ ഇനി ഏത് സമൂഹത്തിനായി ഇഷ്ടപ്പെടാൻ സാധിക്കുക? ഖിയാമത്ത് നാൾ വരുന്നവരക്കും അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വഹാബാക്കൾ ഇഷ്ടപ്പെട്ടതുപോലെ ഒരിക്കലും. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹപ്രകടനം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി. കണ്ണുകൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. ഒരു സ്ത്രീയും ഇന്നേ വരെ പ്രസവിച്ചിട്ടില്ല ഈ മുത്തിനെ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുലിഖത മുബർറഅൻ മിൻ കുല്ലി ഐബിൻ. മനുഷ്യനുണ്ടാകുന്ന എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അല്ലാഹു തആല മുക്തനാക്കിയ പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക, അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു താങ്കളെ സൃഷ്ടിച്ചിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ പ്രത്യേകമായി ദുആ ചെയ്തു, അള്ളാഹുവിനോട് നീ ശക്തിപ്പെടുത്തണമേ ഹസ്സാനെ. അതുപോലെ എത്ര കവികൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രവാചകരെ മദ്ഹ് ചെയ്ത കവികൾ, പ്രവാചകരെ പ്രശംസിച്ച കവികൾ ചരിത്രത്തിൽ നാം എമ്പാടും വായിച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ആ സമയത്ത് മദീന നിവാസികൾ ദിവസവും കാത്തിരിക്കുമെന്നാണ്. പ്രവാചകൻ പുറപ്പെട്ടിട്ടുണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഇന്നു വരും. നിരാശയോട് മടങ്ങുന്ന അൻസ്വാറുകൾ പിറ്റേ ദിവസമാകുമ്പോൾ മദീനയിൽ നിന്ന് ലക്ഷ്യം വെക്കുകയാണ് മക്കയിലേക്ക്. പൂമാരൻ വരുന്നുണ്ടോ, മുത്തു റസൂൽ വരുന്നുണ്ടോ, ലോകത്തിന്റെ നായകൻ വരുന്നുണ്ടോ എന്ന് ആ അൻസ്വാറുകൾ കാത്തു നിൽക്കുമെന്നാണ്. പ്രവാചകന്റെ വരവ് കാണുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഈ വരികൾ കൊടുക്കുകയാണ്. മദീനക്കാർ പ്രവാചകരെ കണ്ടപ്പോഴേക്കും വളരെ സന്തോഷത്തോടുകൂടി ത്വലഅൽ ബദ്റു അലൈനാ, വിദാൽ പർവ്വതത്തിന്റെ വിടവിലൂടെ പൂർണ്ണ ചന്ദ്രൻ നമ്മുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. പ്രവാചകനെ പ്രശംസിക്കുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയ്യാത്തിൽ വിദാഇ വജബ ശുക്റു അലൈനാ അയ്യുഹൽ മാദാഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊദ് ഫീനാ ജിഅത ബിൽ അംറിൽ മുതാഇ. അല്ലാഹു നൽകിയ ഈ ഔദാര്യത്തിന് നന്ദി പറയുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബാധ്യതയാണ്. ലഖദ് മന്നല്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണിത്.
ആ അനുഗ്രഹത്തിന് അള്ളാഹുവിന് നാം നന്ദി പറയൽ നമുക്ക് ബാധ്യതയാണ്. ഞങ്ങളിലേക്ക് വന്ന നബിയെ, അനുസരിക്കപ്പെടേണ്ട കൽപ്പനയുമായി താങ്കൾ വന്നിരിക്കുകയാണ്. അങ്ങ് എന്തു പറയുന്നുവോ ഞങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നും പറഞ്ഞുകൊണ്ട് മദീനക്കാർ ആ പ്രവാചകനെ ആനയിച്ച രംഗങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുകയാണ്. ആ മദീന, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലമ്മാ കാനൽ യൗമുൽ ലദീ മാത ഫീഹി അളമ മിൻഹാ കുല്ലു ഷൈഇൻ. മദീന ഇരുണ്ടുപോയ ആ ഒരു ദിവസം, അതേ അനസ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന ആ സ്വഹാബികൾ, ആ അനുചരന്മാരോടൊപ്പം വന്ന പ്രവാചകരുടെ ആ സന്തോഷകരമായ ഒരു ദിവസത്തെ സംബന്ധിച്ചും പ്രശംസിക്കുകയാണ്. ലമ്മാ കാനൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന അളാഅ മിൻഹാ കുല്ലു ഷൈ. മദീന പ്രകാശഗോപുരമായ, മദീന പ്രകാശത്തിന്റെ പട്ടണമായി മാറിയ ആ ഒരു ദിവസമാണ് അള്ളാന്റെ റസൂലും സ്വഹാബികളും ഹിജ്റയിൽ കൂടി മദീനയിലേക്ക് വന്ന ആ ഒരു ദിവസം. ആ ദിവസം പിന്നെ ഇരുണ്ടുപോകുന്ന ഒരു ദിവസമായി സ്വഹാബികൾ വിശേഷിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ റബീഉൽ അവ്വൽ 12 എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ആ ദിവസമാകട്ടെ മദീന ഇരുണ്ടുപോയി. നബിയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടതിനാൽ ഹൃദയത്തിന്റെ പ്രകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയ സ്വഹാബാക്കൾ, ആ റബീഉൽ അവ്വലിനാണ് സ്വഹാബാക്കളുടെ തേങ്ങലുകൾ മദീന കേട്ടത്. മരിക്കാൻ തയ്യാറായ അനുചരന്മാരെയാണ് സ്വഹാബികൾ പരസ്പരം കാണുന്നത്. അതായിരുന്നു റബീഉൽ അവ്വൽ 12. നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് റബീഉൽ അവ്വൽ 12 ആണ്. മദീന ഇരുണ്ടുപോയ ഒരു ദിവസമെന്നാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ആഘോഷ തിമിർപ്പിലാണ്. റോഡുകൾ ബ്ലോക്കാക്കിക്കൊണ്ട്, ബിരിയാണികൾ വിളമ്പിക്കൊണ്ട്, പായസങ്ങൾ നൽകിക്കൊണ്ട്, പാനീയങ്ങൾ നൽകിക്കൊണ്ട്, ആഘോഷത്തിമിർപ്പോടുകൂടി പ്രവാചകരെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മദീന കരഞ്ഞുപോയ ഈ ദിവസത്തെ സ്വാഗതമരുളുകയാണ് നമ്മുടെ മുസ്ലിം സമുദായം. മദീന കരഞ്ഞു. പൊന്നാര നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് ഈ ലോകത്തിന്റെ പൂമാരൻ വിടവാങ്ങുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദന കാണുകയാണ് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അള്ളാഹുവിന്റെ പ്രവാചകർ സക്കറാത്തിന്റെ ഹാലിൽ വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതുന്നത് സ്വഹാബികൾ കേൾക്കുകയാണ്. നേരത്തെ നാം ഇവിടെ കേട്ട സൂറത്തുൻ നിസായിൽ 69-ാമത്തെ ആയത്തിൽ അല്ലാഹുമ്മ റഫീഖുൽ അഅ്ലാ, ഉന്നതനായ യാ റബ്ബ്, നിന്റെ മഹത്വ സമ്പൂർണമായിട്ടുള്ള ഉന്നത സ്ഥാനങ്ങൾ നീ എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് നീ അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, സാത്വികന്മാരോടൊപ്പം എന്നെയും നീ ഉൾക്കൊള്ളണമേ, എന്നെയും നീ സ്വീകരിക്കണമേ എന്ന് സക്കറാത്തിന്റെ ഹാലിൽ പൊന്നാര റസൂലുള്ളാഹ് അള്ളാഹിനോട് പറയുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖ്, പൊറുത്തുതാ അല്ലാഹ്, എന്നോട് കരുണ കാണിക്കണേ അല്ലാ, നിന്റെ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12-നായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലാ, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, വേദനയുണ്ട് റബ്ബേ, മരണത്തിനൊരു വേദനയുണ്ട്, നിങ്ങൾ രണ്ടുപേർ അനുഭവിക്കുന്ന വേദന ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത് എന്ന് പറയുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേദന മാറുവാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ സക്രാത്തിൽ മൗത്ത്, വേദന ശമിപ്പിക്കണേ അല്ലാ, ഈ സക്കറാത്തിന്റെ ഹാലിലെ വേദന വല്ലാതെ നൊമ്പരപ്പെടുത്തുകയാണ് റബ്ബേ, അതിൽ നിന്ന് ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിനോട് തേടുന്നതാണ് വിശ്വാസികളെ റബീഉൽ അവ്വൽ 12 ലോകം കേട്ടത്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ളുഹാ നമസ്കാരം സ്വഹാബികളൊക്കെ സുബ്ഹ് നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രവാചകരുടെ ആ മുഖം കണ്ടപ്പോഴേക്കും അവർക്ക് സന്തോഷമായി. നീണ്ട 13 ദിവസം വേദന കടിച്ചമർത്തിയ പൊന്നാര റസൂലുള്ളാഹ്, ശക്തമായ പനിയിൽ കിടന്ന പൊന്നാര റസൂലുള്ളാഹ് 13 ദിവസം കഴിയുമ്പോഴേക്കും റബീഉൽ അവ്വൽ 12 സുബ്ഹിന്റെ സമയം പൊന്നാര റസൂലുള്ളാഹ് വീടിന്റെ വിരിയൊന്ന് മാറ്റി ഉൾക്കൊണ്ട് സ്വഹാബികളെ നോക്കുമ്പോൾ അബൂബക്കർ കാണുകയാണ്. സ്വഹാബികൾ ഒന്നടങ്കം കാണുകയാണ്. ഇതാ നമ്മുടെ റസൂൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ റസൂൽ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ഇമാമത്ത് നിൽക്കുവാനായിട്ട് അബൂബക്കർ പറയുമ്പോൾ അബൂബക്കറിനോട് ആംഗ്യം കാണിക്കുകയാണ്. നടക്കട്ടെ, ജമാഅത്ത് നടക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സ്വഹാബികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു. നമ്മുടെ കരടിന്റെ കഷ്ടം ഇതാ ജീവിതത്തിലേക്ക് വരികയാണ്. നമുക്കിനി നമ്മുടെ വ്യവഹാരങ്ങളിലേക്ക് പങ്കെടുക്കാം. അങ്ങനെ എല്ലാ സ്വഹാബികളും അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖും പോവുകയാണ്. അവർക്കറിയില്ലല്ലോ, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് പറഞ്ഞതുപോലെ പൊന്നാര റസൂലുള്ളാഹ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷകൾ സ്വഹാബികളൊക്കെ പള്ളിയിൽ നിന്നും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു. ളുഹാ സമയത്ത് ഏകദേശം 10 മണിയോടുകൂടി പൊന്നാര റസൂലുള്ളാഹ് വേദന ശക്തമായി വേദനിക്കുകയാണ്. സ്വഹാബികൾ ചിലരിൽ കരയുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്തൊരു വേദനയാണ് റസൂലെ അങ്ങ് സഹിക്കുന്നത്, എന്തൊരു വേദനയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സമയത്ത് ഭാര്യ പറയുകയാണ്, വഹ്സിനാ, എന്തൊരു ദുഃഖമാണ് ബിലാലെ, നിന്റെ വേർപാടിൽ എനിക്കെന്തു പ്രയാസമാണെന്നറിയുമോ. ഇത് കേൾക്കുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വാ ത്വറബാ, എന്ത് സന്തോഷമാണെന്നറിയുമോ പ്രിയതമേ ഞാൻ അനുഭവിക്കുന്നത്. നിനക്കറിയുമോ, നാളെ എൻ്റെ റസൂലുള്ളാഹിന്റെ ചാരത്ത് ഞാൻ പോവുകയാണ്. എൻ്റെ റസൂലുള്ളാഹിന്റെ കൂട്ടുകാരോടൊത്ത് ഞാൻ അവരെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം ആലോചിച്ചുകൊണ്ട് എന്തുമാത്രം സന്തോഷമാകുന്നു എന്നറിയുമോ പ്രിയതമാ എന്ന് പറയുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമാണ്. അതുകൊണ്ടാണ് പൊന്നാര റസൂലുള്ള പറഞ്ഞത്, മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ, എന്തെങ്കിലും ദുരന്തം വന്നാൽ എൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, മുസ്ലിം ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറയുന്നത് എൻ്റെ വിട പറയലാണ്, എൻ്റെ വഫാത്താണ്. എൻ്റെ വഫാത്തിനേക്കാൾ വലിയൊരു ദുരന്തം മുസ്ലിം ഉമ്മത്തിന് വരാനില്ല എന്ന് മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് മുസീബത്തുണ്ടാകുമ്പോൾ എൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധീരന്മാരായ സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകരുടെ തലയെടുക്കുവാൻ വേണ്ടി വന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ സമയത്ത്, പ്രവാചകരുടെ അവസാന സമയത്ത് ആ ഉമർ റളിയല്ലാഹു തആല അൻഹു അതേ വാളൂരിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നാര റസൂലുള്ളാഹി ആരെങ്കിലും വിട പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ഗളച്ഛേദം ചെയ്യും ഈ വാളുകൊണ്ട് എന്ന് അട്ടഹസിച്ചുകൊണ്ട് എല്ലാവരെയും പേടിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മുഗീറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ഉമർ, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരിച്ചു ഉമറെ, മരിച്ചു നമ്മുടെ നേതാവ്. മുഗീറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നീ കള്ളം പറയുകയാണ്, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല, പൊന്നാര റസൂലുള്ളാഹി വിട പറഞ്ഞിട്ടില്ല. മഹാനായ മൂസാ നബി തൂരി സൈനാ മലയിൽ പോയി തൗറാത്ത് വാങ്ങിക്കൊണ്ട് തിരിച്ചു വരുന്ന 40 ദിവസത്തെ ഇടവേളയുണ്ടല്ലോ, അതുപോലെ നമ്മുടെ റസൂൽ പോയിരിക്കുകയാണ്. വരും 40 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മുത്ത് നമ്മിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവനെ കൊല്ലുമെന്ന് അട്ടഹസിച്ചു പറയുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, ഇജ്ലിസ് യാ ഉമർ. കൂട്ടാക്കിയില്ല ഉമർ, വാളൂരി പിടിച്ചു നിൽക്കുകയാണ്. ഇല്ല അബൂബക്കറെ, ഞാൻ സമ്മതിക്കില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ
ആ സങ്കടത്തോടുകൂടി നിൽക്കുന്ന ആ അവസ്ഥ കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് മിമ്പറിൽ കയറിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, സ്വഹാബാക്കളെ, നമ്മുടെ പൊന്നാര റസൂലുള്ളാഹി വഫാത്തായിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്ത്, വമാ മുഹമ്മദൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ, ഇതിനു മുമ്പും ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരിൽ ചിലരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ വിട പറഞ്ഞിട്ടുണ്ട്, പ്രവാചകരും വിട പറഞ്ഞിട്ടുണ്ട്. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. സ്വഹാബാക്കളെ, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ റസൂലിനെയാണോ ആരാധിച്ചിരുന്നു എങ്കിൽ ഇതാ ആ മുഹമ്മദ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന മിൻകും യഅബുദുല്ലാഹ്, ഇനി ആരെങ്കിലും അല്ലാഹുവിനെയാണോ ആരാധിച്ചിരുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അവന് മരണമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചപ്പോഴേക്കും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നഹാ ഫീ കിതാബില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ ആയത്ത് തന്നെയാണോ? ഞാൻ മറന്നുപോയല്ലോ. അലിംത അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്, ഞാൻ അറിഞ്ഞിരിക്കുന്നു പൊന്നാര റസൂലുള്ളാഹിന്റെ വഫാത്ത് ഞാൻ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലേക്ക് ഞാൻ കുനിഞ്ഞുപോയി സ്വഹാബാക്കളെ, ഞാൻ തിരിച്ചറിഞ്ഞു പൊന്നാര റസൂലുള്ളാഹിന്റെ മരണം. എൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി, നിൽക്കുവാൻ സാധിക്കുന്നില്ല, സ്തബ്ധനായി പോയി സ്വഹാബാക്കളെ എന്ന് പറയുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എത്രയെത്ര സ്വഹാബികൾ ധീരന്മാരായിരുന്നു അവർ. സ്വന്തം ദേഹം കാണിച്ചു കൊടുത്തു പൊന്നാര റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ സ്വീകരിക്കുവാൻ. അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ വഫാത്താകരുത്, ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ എത്രയോ സ്വഹാബികൾ. ആ സ്വഹാബികൾ വിറങ്ങലിച്ചു പോയ ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ. ആ സ്വഹാബികൾ ഗദ്ഗദ കണ്ടതയോടുകൂടി മുത്തു റസൂലിന്റെ വഫാത്ത് അറിഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ഒരു റബീഉൽ അവ്വൽ മദീന സാക്ഷ്യം വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്, ആ റബീഉൽ അവ്വൽ 12 വിശ്വാസികളെ. ഇന്ന് എന്ത് ആഘോഷമാണ് നമുക്ക്. സുന്നികളെന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് എന്ത് ആഘോഷമാണ്? റസൂലുള്ളാഹിന്റെ വഫാത്തല്ലയോ ഈ റബീഉൽ അവ്വൽ 12. ഈ 12 വേണമോ നിങ്ങളുടെ ഈ ആഘോഷങ്ങൾ? ഇന്ന് വേണമോ തോരണം കെട്ടൽ? ഇന്ന് വേണമോ മൗലിദാഘോഷം? ഇന്ന് വേണമോ ഇങ്ങനെയുള്ള ചെണ്ടകളും ദഫ്മുട്ടുകളുമായി റോഡുകൾ ബ്ലോക്ക് ആക്കിക്കൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കുഴലൂതുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയാണോ നിങ്ങൾ? പൊന്നാര റസൂലുള്ളാഹിന്റെ അനുയായികളാണോ നിങ്ങൾ എന്ത് സുന്നയാണോ? അല്ലാഹുവിന്റെ പ്രവാചകർ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ ഈ ദിവസത്തിന്റെ അനുസ്മരണ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, മുവഹ്ഹിദീങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മെക്കുറിച്ച് അവർ പറയുകയാണ്, ഇതാ ഇന്നിവർക്ക് ദുഃഖ വെള്ളിയാഴ്ചയാണ്. മഅദല്ലാഹ്, കളിയാക്കുകയാണ്. അറിയണോ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ മസ്ജിദുകളിൽ കൂടി ഖുത്ബ കേൾക്കുന്നുവല്ലോ. ഇബ്നു ബാത്തത്തുൽ അറബി, ഇബ്നു ബാത്തത്തുൽ മിസ്രി, ഹിജ്റ 300 ശേഷം ഈജിപ്തിൽ ജനിച്ച ആ ഒരു പണ്ഡിതൻ ആ ഒരു വർഷം ക്രോഡീകരിച്ചു കൊടുത്തുകൊണ്ട് ആ സമൂഹത്തെ നന്നാക്കുവാനായി ജനങ്ങളെ ഉത്ബോധിപ്പിച്ച ഖുത്ബകൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് നാം ഈ പരിസരങ്ങളിൽ ഇന്നത്തെ ഖുത്ബ കേൾക്കുന്നത്. റബീഉൽ അവ്വലിലെ 2ാമത്തെ വെള്ളിയാഴ്ച ഈ മസ്ജിദുകളുടെ ഈ മിമ്പറിൽ നിന്നുകൊണ്ടും അവർ കേൾക്കുകയാണ്. മുന്നിലിരുന്നു കൊണ്ട് അവരെന്തൊക്കെയോ വിലാപം പോലെ കേൾക്കുകയാണ്. എന്തായി ഖത്തീബ് പറയുന്നത്? കരയുന്നുണ്ടല്ലോ, ഗദ്ഗദ കണ്ഠനായി കൊണ്ടാണല്ലോ നമ്മുടെ ഖത്തീബ് കണ്ഠമിടറുന്നുണ്ടല്ലോ, കണ്ണുനീരിൽ നിന്നും ബാഷ്പകിരണങ്ങൾ പൊഴിയുന്നുണ്ടല്ലോ എന്ന് മുന്നിലിരിക്കുന്ന ഖൗമ് അർത്ഥമറിയാത്തത് കൊണ്ട് തന്നെ അവർ പരസ്പരം പറയുകയാണ്. എന്താണ് ഖത്തീബ് ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മിമ്പറിൽ നിന്നും അവർ പറയുകയാണ്?
ഖതീബ് മുന്നിലിരിക്കുന്നവരോട് പറയുകയാണ്, ദുഃഖാചരണമെന്ന് പറയുന്ന കളിയാക്കിയവരെ, നിങ്ങളുടെ ഖതീബ് നിങ്ങളോട് പറയുകയാണ് ഇന്നത്തെ വെള്ളിയാഴ്ച, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലയോ ജനങ്ങളെ, അല്ലാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയിഹി, നിങ്ങൾ അറിയുമോ, നിങ്ങൾ ആരും വളർന്നിട്ടില്ല, പൊന്നാര റസൂലുള്ളാഹിനെക്കാളും ആരും നിങ്ങൾ വളർന്നിട്ടില്ല. വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയിഹി വസഫിയിഹി, നബിയേക്കാൾ മഹത്വമുള്ളവർ ആരുണ്ടോ ഇവിടെ? ആ നബിയേക്കാളും ശ്രേഷ്ഠതയുള്ളവർ ആരാണ് ഇവിടെ ഉള്ളത്? വഇന്നഹു ലം യുഅഖർ ഇൻദ ഖിലായി മുദ്ദതിഹി, ആ നബിക്ക് പോലും അല്ലാഹുവിന്റെ ആയുസ് എത്തിയപ്പോൾ ഒന്ന് പിന്തിക്കുവാൻ സാധിച്ചില്ല എന്നാരാ പറയുന്നത്? ഖതീബ് മിമ്പറിൽ നിന്നുകൊണ്ട് ഖൗമിനോട് പറയുകയാണ്. എന്നിട്ട് ഖതീബ് മുന്നിലിരിക്കുന്നവരെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വലഖദ് അതാഹു ഫീ മിദ്ലി ശഹരിക്കും ഹാദാ, അറിയുമോ ജനങ്ങളെ, ഇതുപോലെ ഒരു മാസത്തിലാണ്, ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12-നാണ്, ഹാദാ മിൻ റുസുൽ റബ്ബിഹിൽ കിറാം, അല്ലാഹുവിന്റെ ആദരണീയനായ ദൈവദൂതൻ മലക്കുൽ മൗത്ത് പൊന്നാര റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നെത്തിയത്. അറിയുമോ ഖൗമേ, ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഫജദ്ദു ബിറൂഹിഹി സക്കിയ്യതി ലിയുനഖിലുഹാ, പൊന്നാര റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ റൂഹിനെ പിടിക്കുവാനുള്ള ശ്രമം ആ മലക്കുകൾ തുടങ്ങി. ആരാ പറയുന്നത്? ദുഃഖ വെള്ളിയാഴ്ചയെന്നും കളിയാക്കിക്കൊണ്ട് പറയുന്ന സമസ്തക്കാരാ, നീ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മിമ്പറിൽ നിന്നും നിങ്ങളുടെ ഖതീബ് പറയുന്ന ആ നുബാത്തുൽ മുസ്രിയയുടെ ഖുതുബയാണ് ഈ പറയുന്നത്. ഫജദ്ദു ബിറൂഹിഹി സക്കിയ്യതി ലിയുനഖിലുഹാ, പരിശുദ്ധമായ പൊന്നാര റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിക്കുവാനുള്ള പരിശ്രമത്തിലാണ് മലക്കുകൾ. ഫഷ്തദ്ദ ലിദാലിക ഖർബുഹു വൈനഹു, അല്ലാഹുവിന്റെ റസൂൽ പ്രയാസപ്പെടുകയാണ്, ഞരങ്ങുകയാണ്, പൊന്നാര റസൂലുള്ളാഹി വേദന കടിച്ചമർത്തുകയാണ്. ആ അവസ്ഥ കണ്ടവരൊക്കെ കരയുകയാണ്. ആ കരഞ്ഞ റബീഉൽ അവ്വൽ 12-ആണ്. ഖൗമേ, ഇന്നത്തെ ഈ ദിവസം ഫനാദതുഹു ത്വാഹിറത്തുൽ ബതൂൽ, സംശുദ്ധയായ പൊന്നാര റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ പൊട്ടിക്കരയുകയാണ്. ഖൗമേ, ആ ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ. ആ പൊന്നാര മകൾ വാവിട്ട് നിലവിളിക്കുകയാണ്, വാക്കർബാ, പൊന്നു വാപ്പ, എന്തൊരു വേദനയാ അങ്ങ് സഹിക്കുന്നത്. വാപ്പ, എന്തൊരു വേദനയാണ് സഹിക്കുന്നത്. വഖാലൽ ഹസൻ വൽ ഹുസൈൻ അൽ ബാക്കിയൈൻ, പൊന്നാര പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, പൊന്നാര റസൂലുള്ളാഹിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട്, പൊന്നാര റസൂലുള്ളാഹിന്റെ വേദന കണ്ടുകൊണ്ട് വാവിട്ട് നിലവിളിക്കുകയാണ്. യാ ബാക്കിയൈന വജബ്ദാ, പൊന്നാര ഉപ്പ, എന്തൊരു വേദനയാണ്, എന്തൊരു കരച്ചിലാണ് താങ്കൾ നടത്തുന്നത്. ലാ കർബ അലാ അബീക ബഅദൽ യൗം, പൊന്നാര മോളെ ഫാത്തിമ, ഇന്ന് എനിക്കൊരു വേദനയുണ്ട്, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ വേദനയാണ്, ഇതോടുകൂടി എൻ്റെ വേദന അവസാനിക്കും എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഈ പള്ളികളിലെല്ലാം മിമ്പറിൽ നിന്നുകൊണ്ട് ഖതീബ് പറയുന്നത്. ഇനി നോക്കൂ, മറ്റൊരു ഖുതുബയിൽ കൂടി ഖൗമിനെ ഉപദേശിക്കുകയാണ്. മരണം തടുക്കുവാൻ ജന്മനായുള്ള മഹത്വം കൊണ്ട് സാധിച്ചിരുന്നുവെങ്കിൽ, വിധിയെ തടുക്കുവാൻ മഹത്തായ സ്ഥാനം കൊണ്ട് സാധിക്കുമായിരുന്നുവെങ്കിൽ, ആപത്ത് തടുക്കുവാൻ സുന്ദരമായ മുഖം കൊണ്ട് ആർക്കെങ്കിലും സാധിച്ചിരുന്നുവെങ്കിൽ, എങ്കിൽ ആദ്യം രക്ഷപ്പെടുക പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ആര് പറയുന്നു? ഇന്നത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്നുകൊണ്ട് ഖതീബ് സമൂഹത്തോട് പറയുകയാണ്, മുന്നിലിരിക്കുന്ന ഖൗമിനോട് പറയുകയാണ്, വലഖദ് തഖല്ലാ ഫീ മിദ്ലി ശഹരിക്കും ഹാദാ അജ്ലുഹു, അറിയണേ സമുദായമേ, ഇതുപോലെ ഒരു ദിവസത്തിലാണ് പൊന്നാര റസൂലുള്ളാഹി വഫാത്തായത്. വആദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഫിറാഖ്, വേർപാടാണെന്ന് പൊന്നാര റസൂലുള്ളാഹി സ്വഹാബാക്കളെ അറിയിച്ച ദിവസമാണ്. ഫനാദതുഹു ത്വാഹിറത്തുൽ ബതൂൽ,
നമ്മുടെ പൊന്നാരി റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളുണ്ടല്ലോ, ആ സംശുദ്ധയായ മകൾ ഫാത്തിമ കരയുകയാണ്. വിരഹ ദുഃഖം വിഴുങ്ങുന്ന മകളെ കേഴുകയാണ് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ലികർബിക യാ അബാ, പൊന്നുപ്പയുടെ വേദന എന്നും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന്റെ ആ സമയത്ത് പുന്നാര സ്വഹാബികൾ കേട്ട റബീഉൽ അവ്വൽ 12 എങ്ങനെയാ നിനക്ക് സന്തോഷിക്കുവാൻ സാധിക്കുക? എങ്ങനെയാ നിനക്ക് വിളമ്പി ചീരണ കൊടുക്കുവാൻ സാധിക്കുക? എങ്ങനെയാ നിനക്ക് ദഫമുട്ടുവാൻ സാധിക്കുക? എങ്ങനെയാണ് നിനക്ക് ആഘോഷമുണ്ടാക്കുവാൻ സാധിക്കുക? നിന്റെ പിതാവ് മരിച്ചാൽ ആ പിതാവ് മരിച്ച ദിവസത്തിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം നീ കൂടുമോ? ഇങ്ങനെ ഒരു ആഘോഷം നീ ചെയ്യുമോ? ആരെയാ നീ അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കിയത്? ആരെന്നാ നീ ഉൾക്കൊണ്ടത്? സ്വന്തം ജീവനേക്കാൾ ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തത്തെക്കാളേറെ സ്നേഹിക്കേണ്ടതല്ലയോ നമ്മുടെ മുത്തിനെ? മാതാപിതാക്കളെക്കാളേറെ സ്നേഹിക്കേണ്ടതല്ലയോ നമ്മുടെ പ്രേമഭാജനത്തെ? സർവരെക്കാളും സ്നേഹിക്കേണ്ടതല്ലയോ നമ്മുടെ പ്രവാചക പുങ്കവരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പൊന്നാര പ്രവാചകൻ വഫാത്തായ ഈ റബീഉൽ അവ്വൽ 12 വേണമോ നിന്റെ ഈ ഘോഷയാത്ര? ചോദിക്കണം സമുദായത്തോട്, ചോദിക്കണം സമൂഹത്തോട്, അല്ലാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെയാണോ സ്നേഹിക്കേണ്ടത്? ഇങ്ങനെയാണോ പ്രേമിക്കേണ്ടത്? ഇങ്ങനെയാണോ മഹബ്ബത്ത് ചെയ്യേണ്ടത്? അതുകൊണ്ട് വിശ്വാസികളെ, പൊന്നാര റസൂലുള്ളാഹി ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ റബീഉൽ അവ്വൽ 12 ഇതുപോലെ ഒരു ദിവസം വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. ആ പ്രവാചകനെ സ്നേഹിക്കുക. ആ പ്രവാചകൻ കാണിച്ചു തന്ന മൊഴിമുത്തുകളിൽ കൂടി ആ പ്രവാചകനെ സ്നേഹിക്കുക. പ്രവാചകൻ കാണിച്ചു തന്ന ആ മാതൃകയിൽ കൂടി സ്വഹാബികൾ അങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. പ്രവാചകന്റെ സ്വഹാബികൾ അങ്ങനെയായിരുന്നു പ്രവാചകനെ ഇത്ബാ ചെയ്തത്. അങ്ങനെ സ്നേഹിക്കുകയും അങ്ങനെ അനുധാവനം ചെയ്യുകയും അങ്ങനെ ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞുകൊണ്ട് പൊന്നാര റസൂലുള്ളാഹിനോടൊപ്പം ഉയർന്ന ദറജയിൽ അവരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ജീവിക്കുവാനുള്ള കരുത്ത് നേടിയെടുക്കണമെങ്കിൽ ആ പ്രവാചകരെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി സുന്നത്തുകൾ ജീവിതത്തിൽ അടയാളപ്പെടുത്തണമേ. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.